ഞാൻ മീറ്റ് ചെയ്യുന്ന ഒരു 100-ൽ എനിക്ക് തോന്നുന്നു 80 ബിസിനസ്സുകാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവർക്ക് എപ്പോഴെങ്കിലൊക്കെ സിനിമ ചെയ്യണം ആഗ്രഹമുള്ളവരാണ്. കോമൺ ആയിട്ടുള്ള ഫാക്ടറാണ്. ഇഷ്ടം പോലെ ആൾക്കാർ, ഞാനൊരു ഒരു ഒരു എവിടെ ആൾക്കാരെ ബിസിനസ്സുകാരെ പരിചയപ്പെട്ടാലും അവർക്ക് ആഗ്രഹിക്കുന്നത് സിനിമയിലെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഇത്ര നേരത്തെ സിനിമ ചെയ്യണമെന്ന് ഒരിക്കലും ആഗ്രഹമില്ലായിരുന്നു, അതൊരിക്കലും പ്ലാൻഡും അല്ലായിരുന്നു. പക്ഷേ ചില നിമിത്തങ്ങൾ എന്ന് പറഞ്ഞാൽ, പക്ഷെ എങ്ങനെയുള്ള സിനിമ ചെയ്യണം എന്നുള്ളത് എനിക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അത് വളരെയധികം ക്ലിയർ ആയിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുന്ന പടങ്ങൾ ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം അത് ആ സമയത്തിൽ ഒത്തുവന്നു. കാരണം അന്ന് 1983-യുടെ ഡയറക്ടർ ബ്രിഡ് ആണ്. ഞാൻ 2 കോളേജുകൾ ഒരുമിച്ചാണ് 2011 സ്റ്റാർട്ട് ചെയ്ത് 2012 ഓപ്പൺ ചെയ്യുന്നത്. 2011 ഈ 2 കോളേജുകൾ ഒരുമിച്ച് വർക്ക് നടക്കുമ്പോൾ ആ 2 കോളേജിനും കൂടി ചേർത്ത് ഒരുപാട്, കാരണം A to Z വില്ലേജ് ഓഫീസ് മുതൽ ഡൽഹി വരെ ACT വരെ മിനിസ്റ്റർ ഓഫീസ്, ഒരുപാട് അപ്രൂവൽസ് നമുക്ക് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഞാൻ വളരെ തിരക്കിട്ട് കിടക്കുമ്പോൾ എനിക്ക് മാർക്കറ്റിംഗ് വളരെയധികം ഈക്വലാണ്. കാരണം 2 കോളേജ് ലോഞ്ച് ചെയ്യുമ്പോൾ മാർക്കറ്റിംഗ് ബ്രോഷർ വേണം, കാര്യങ്ങൾ വേണം. അപ്പം ഞാനെപ്പോഴും മാർക്കറ്റിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ കോളേജിൻ്റെ ബ്രോഷർ നല്ലൊരാൾ ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് വനിതയുടെ ചീഫ് ഫോട്ടോഗ്രാഫറായിരുന്ന ബ്രിഡ് ഷെയ്നിൻ്റെ അടുത്ത് അങ്ങനെ പറയുകയും, അന്ന് പുള്ളിയായിട്ട് കുറച്ച് അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പുള്ളി വന്ന് കാണുകയും 2 കോളേജെല്ലാം വന്ന് കാണുകയൊക്കെ ചെയ്തപ്പം ഞങ്ങൾ ഇങ്ങനെ ഈ ബ്രോഷറിൻ്റെ പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സിനിമ എന്നുള്ള സബ്ജക്റ്റ് കയറി വരികയും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു സിനിമ ചെയ്യണം, അതൊക്കെ ഒരു ആഗ്രഹമാണെന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു പോവുകയുണ്ടായി.